ആപ്കി അദാലത്തിൽ ബിസിനസ് ടൈക്കൂൺ വിജയ് മല്യയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം ബിസിനസിന് വേണ്ടി രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. വിജയ് സർ, ഇത് സത്യമാണോ? അതായത് താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വന്നതിന്റെ കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയക്കാർ ഇവർ കാരണം വെക്സായി താങ്കൾ തന്നെ ഒരു രാഷ്ട്രീയക്കാരനാകാൻ തീരുമാനിച്ചോ? ഞാൻ രാജ്യസഭാ മെമ്പറായിരുന്നാൽ പോലും ടാക്സ് ഇൻവെസ്റ്റിഗേഷനും നടക്കുന്നുണ്ടല്ലോ. താങ്കൾ രാജ്യസഭാ മെമ്പറാകാൻ വേണ്ടി എത്ര രൂപ കൊടുത്തു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ BJPയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെ വെച്ച് മത്സരിച്ച് ജയിച്ചു വന്നത്. അതുകൊണ്ട് തന്നെയാണ് BJP എൻ്റെ നേരെ കർണാടക കോർട്ടിൽ കേസ് കൊടുത്തത് ഞാനൊരു NRI ആണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഐ വാസ് ഇൻഎലിജിബിൾ. പക്ഷേ ആ കേസിലും ഞാൻ വിജയിച്ചു. അതേപോലെ തന്നെ ആ കോടതിയിലും ഞാൻ തെറ്റ് ചെയ്തില്ലെന്ന് തെളിയിച്ചു. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോഴും ചോദിക്കും അതിനും ഞാൻ മാത്രം കാശ് കൊടുത്തെന്ന്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ വക്കീൽ വളരെ നല്ലവനായിരുന്നു. താങ്കൾ ഒരാൾ മാത്രമാണ്, അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ 2003 ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്ത ഉടൻ തന്നെ ആ പാർട്ടിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആകുകയും ചെയ്തു. താങ്കൾ ഒരു വർക്കറല്ല, നേരിട്ട് വർക്കിംഗ് പ്രസിഡന്റായി. ഞാനത് പിന്നെ ഹെഗ്ഡെ സാറിൻ്റെ സ്വീഡനായിരുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആദ്യം JDUവിൽ ചേർന്നത്. സോ ആ പാർട്ടി JDUവിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. സോ JDUവിൽ നിന്നാണ് ഞാൻ ജനതാ പാർട്ടിയിലേക്ക് പോയത്, അതും ഹെഗ്ഡെ സാർ പറഞ്ഞതുകൊണ്ട്. ഹെഗ്ഡെ സാറിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആ ജനതാ പാർട്ടിയുടെ അടയാളം വെച്ച് കർണാടകയിൽ ഇലക്ഷന് മത്സരിക്കണം. ജനങ്ങളോട് പറയൂ, താങ്കളുടെ പാർട്ടി 148 സ്ഥലങ്ങളിലാണ് മത്സരിച്ചത്. എല്ലാ സീറ്റിലും തോൽക്കുകയും ചെയ്തു. തോറ്റുപോയി. ഒരു സീറ്റിലെങ്കിലും ജയിക്കാമായിരുന്നില്ല. അതെ, വെറും 1000 വോട്ടിൽ ലെസ് ദാൻ 1000 വോട്ടിൽ 20 കാൻഡിഡേറ്റ്സ് തോറ്റുപോയി. ഒരേ സ്ഥലത്ത് തന്നെ 50,000 60,000 വോട്ടുണ്ടാകുമ്പോൾ 1000 വോട്ടൊന്നും ഒരു കണക്കേ അല്ല. പക്ഷെ അതിലും പ്രധാനപ്പെട്ടതായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം. ജനതാ പാർട്ടി അന്ന് കർണാടകയിലെ മൊത്തം 4% വോട്ട് നേടിയിരുന്നു. ഈ സംഭവം കൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞങ്ങളുടെ അധ്വാനത്തിന് കിട്ടിയ ഫലം തന്നെയാണത്. ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസ് മുഴുവൻ സ്വീപ്പായ സ്ഥലത്ത് 2 സീറ്റ് ഞങ്ങൾ നേടിയില്ലേ? വിജയ് സർ, നമ്മുടെ ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നെയ്ബർഹുഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ, ഏഷ്യൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ 2 പേരെ മാത്രമാണ് കണ്ടിരിക്കുന്നത്. അതായത് പാർട്ടി ഉണ്ടാക്കി ഇലക്ഷനിൽ നിന്ന് ഒരു സീറ്റിൽ പോലും ജയിച്ചിട്ടില്ല. ഒന്ന് വിജയ് മല്യയും മറ്റൊന്ന് ഇമ്രാൻഖാനും. എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ എന്നെയും ഇമ്രാൻഖാനും തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. താങ്കൾ പറയുന്ന പോലെ തന്നെ അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണല്ലോ. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും മീഡിയയിലൊക്കെ എഴുതാറില്ലേ? സോ ആ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഉള്ളവർക്ക് ജനങ്ങൾ ഒരിക്കലും വോട്ട് ചെയ്യില്ല. അതെ, ആ കാര്യവും സത്യം തന്നെയാണ്. പക്ഷേ ഞാൻ ജനതാ പാർട്ടിയിൽ ജോയിൻ ചെയ്തല്ലോ. ഇക്കാര്യം സത്യമാണോ? അതായത് വോട്ട് കിട്ടാൻ വേണ്ടി താങ്കൾ ടിപ്പു സുൽത്താന്റെ വാള് വാങ്ങിച്ച് അതിനുവേണ്ടി 1.5 കോടി രൂപയാണ് ചെലവാക്കിയത്. ഞാൻ ടിപ്പു സുൽത്താന്റെ വാള് 1.5 കോടി രൂപ കൊടുത്ത് വാങ്ങിയത് അത് ഇലക്ഷന് വേണ്ടി മാത്രമല്ല. അതിനുശേഷം ഞാൻ എന്റെ സ്വന്തം കാശിൽ നിന്ന് 10 കോടി രൂപ ചെലവ് ചെയ്ത് ടിപ്പു സുൽത്താന്റെ ഒരുപാട് വാർ മെമ്മറീസ് വാങ്ങിയിട്ടുണ്ട്, ലണ്ടനിൽ വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം എന്റെ കയ്യിൽ തന്നെയുണ്ട്. അത് ഞാൻ പുറത്താണ് വെച്ചിരിക്കുന്നത്. എന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ ടിപ്പു സുൽത്താന്റെ ഒരു മ്യൂസിയം ഉണ്ടാക്കണമെന്നാണ്. സർക്കാരിൽ നിന്ന് അതിനുള്ള പെർമിഷൻ ലഭിച്ചതിന് ശേഷം ഞാൻ ആ സാധനങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. കാരണം ആ വാളിനെ പറ്റി ഒരുപാട് കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കസ്റ്റംസ് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. 7 മാസം താങ്കൾ ആ വാൾ വാങ്ങിച്ചതിനെ കുറിച്ച് ആരോടും ഡിസ്കസ് ചെയ്തില്ല. ലോക്സഭാ ഇലക്ഷന്റെ സമയത്താണ് താങ്കൾ എല്ലാവരോടും ഈ കാര്യം പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, അതൊരു തെറ്റായ കാര്യം തന്നെയാണ്. അതും മാത്രമല്ല, ഞാനത് ഇലക്ഷന് വേണ്ടി മാത്രമാണ് വാങ്ങിയിരുന്നതെങ്കിൽ പിന്നെയും ഞാൻ എന്തിനാണ് ഒരുപാട് കാശ് ചെലവ് ചെയ്ത് ടിപ്പു സുൽത്താന്റെ വാർ മെമ്മറീസ് ഒക്കെ വാങ്ങുന്നത്? അതിനെപ്പറ്റി പറയേ. ഇപ്പൊ പോലും എൻ്റെ കയ്യിൽ ടിപ്പു സുൽത്താന്റെ ഒരുപാട് വസ്തുക്കളുണ്ട്. അതൊരു ഗ്രേറ്റ് ഹിസ്റ്റോറിക്കൽ വാല്യൂസ് ആണ്. ആ സാധനങ്ങളെല്ലാം ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ അതൊരു ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ താങ്കൾ പോയി വോട്ടും ചോദിക്കാം. അതായത് നോക്കൂ, ടിപ്പു സുൽത്താന്റെ എല്ലാ സാധനങ്ങളും എന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഞാനത് പിന്നെ ടിപ്പു സുൽത്താന്റെ വാളും അതുപോലെ മെമ്മോറിയൽ സാധനങ്ങളും കാണിച്ച് ഇലക്ഷനിൽ വോട്ട് നേടാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ശരിക്കും ചെയ്യുകയാണെങ്കിൽ ആപ്കി അദാലത്ത് കണ്ടിട്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യൂ എന്ന് ജനങ്ങളോട് ഞാൻ പറയും. അതായത് ജനങ്ങളെ മദ്യപിക്കാൻ എൻകറേജ് ചെയ്യുന്ന ആദ്യത്തെ പൊളിറ്റീഷ്യൻ ഒരുപക്ഷെ താങ്കളായിരിക്കും. കാരണം ഞാനൊരു ഹിപ്പോക്രാറ്റ് അല്ല. അതായത് ഞാൻ അകത്ത് എൻ്റെ വീട്ടിനുള്ളിൽ ഞാൻ വിസ്കി കുടിച്ചുകൊണ്ട് പുറത്ത് വന്നിട്ട് ജനങ്ങളോട് ഞാൻ പൈനാപ്പിൾ കുടിക്കുന്ന ആളാണെന്ന് പറയില്ല. അതോടൊപ്പം ഞാൻ
പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലിക്കർ ഇൻഡസ്ട്രിയിൽ നിന്ന് ഓരോ വർഷവും 25,000 കോടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഞാൻ ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ഞാനാണ് ചോദിക്കേണ്ടത്, ഈ കാശ് വാങ്ങി നിങ്ങൾ ജനങ്ങൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന്. താങ്കളുടെ പാർട്ടിയുടെ സ്ലോഗൻ ആക്ച്വലി കുടിക്കൂ ആഘോഷിക്കൂ എന്ന് വേണം ഉണ്ടായിരിക്കേണ്ടത്. എന്റെ ശ്ലോകം എന്ന് പറഞ്ഞാൽ കുടിക്കുക ആഘോഷിക്കുക. അത് എന്റെ മാത്രം കാര്യമാണ്, കുടിക്കുക ആഘോഷിക്കുക. ഇതൊന്നും പാർട്ടിയോട് ബന്ധപ്പെടുന്നതല്ല, എന്റേതായ ചില കാര്യങ്ങളും എനിക്കില്ലേ. അപ്പോൾ താങ്കൾ ലിക്കർ സെർവ് ചെയ്ത് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അതെ, തീർച്ചയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എപ്പിക്കുകളെല്ലാം എപ്പിക്കുകൾ, അതായത് റിലീജിയസ് എപ്പിക്കുകളാകാം, 100 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാ. അതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെഴുതിയിരിക്കുന്ന സോമപാനം അതൊന്നും നോൺ ആൽക്കഹോളിക് അല്ല. സോമപാനം എന്ന് പറയുന്നത് ആൽക്കഹോൾ തന്നെ. അത് ഇന്ത്യൻ കൾച്ചറിന്റെ ഒരു ഭാഗം തന്നെയാണത്.